താഴ്വര ഭാഗം 5. കല്യോവിൻ്റെ മരണം ഒരു നിഴൽ പോലെ താഴ്വരയെ മൂടിക്കളഞ്ഞു. വളരെ വലിയൊരു ആഘോഷമായിട്ട് തന്നെയാണ് അവൻ്റെ ശവമടക്ക് നടത്തിയത്. ചടങ്ങിന് ശേഷം മൂപ്പന്മാരും മറ്റു മുതിർന്നവരും ഗ്രാമചത്തുരത്തിൽ ഒത്തുകൂടി അസ്വാഭാവികമായ ആ സാഹചര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ആൾക്കാർക്കിടയിൽ കല്യോവിൻ്റെ മരണത്തെക്കുറിച്ച് സമ്മിശ്ര പ്രതികരണമായിരുന്നു. കുറച്ചുപേർ അതൊരു അപകടമരണമാണെന്ന് വിശ്വസിച്ചു. കൂടുതൽ പേരും അത് നരൂപിയുടെ ശാപമാണെന്ന് വിശ്വസിച്ചു. അവർ 2 സംഘങ്ങളായി പിരിഞ്ഞു. ചർച്ച വാക്കുതർക്കത്തിലേക്കും സംഘർഷത്തിലേക്കും കടന്നു. പക്ഷിയുടെ കഥകളിൽ വിശ്വസിക്കാത്തവർ താഴ്വരയിൽ അനാവശ്യ ഭീതി പരത്തുന്ന വിയോരൻ്റെ വാക്കുകളെ ചോദ്യം ചെയ്തു. മറ്റുള്ളവർ വിയോരൻ്റെ ഭാഗം ചേർന്നു. അവസാനം ഭൂരിപക്ഷത്തിൻ്റെ ആവശ്യപ്രകാരം താഴ്വരയുടെ സംരക്ഷണത്തിനായി കൂടുതൽ പ്രാർത്ഥനകൾ നടത്താനും താഴ്വരയിലെ ജനങ്ങൾ മുഴുവനും അതിൽ പങ്കെടുക്കണമെന്നും തീരുമാനിച്ച് അവർ യോഗം പിരിഞ്ഞു. ചർച്ചകളും തർക്കങ്ങളും നടക്കുമ്പോൾ അതിലൊന്നും പെടാത്ത കുറച്ച് ജീവനുകൾ താഴ്വരയിലുണ്ടായിരുന്നു. കല്യോവിൻ്റെ സുഹൃത്തുക്കൾ. മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ അവർ ദൂരെ മാറിയിരുന്നു കരഞ്ഞു. കഴിഞ്ഞ ദിവസം വരെ തങ്ങളോടൊപ്പം കളിച്ച് ചിരിച്ച് നടന്നവൻ ഇനിയില്ല എന്നവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാട്ടിലേക്ക് പോകാൻ തോന്നിയ നിമിഷത്തെ അവർ ശപിച്ചു. ഇതിനെല്ലാം കാരണമായ പക്ഷിയെ കയ്യിൽ കിട്ടിയാൽ കൊന്നുകളയണമെന്നവർ മനസ്സിൽ കുറിച്ചു. കല്യോവിൻ്റെ മരണം ലാമിയുടെയും ദായുവിൻ്റെയും മനസ്സിൽ വല്ലാത്ത മുറിവുണ്ടാക്കി. അവർ എല്ലാവരും ഒന്നിച്ചു വളർന്നവരാണ്. കല്യോവിനെക്കുറിച്ചുള്ള ചിന്തകൾ ലാമിയുടെ മനസ്സിൽ മിന്നിമറഞ്ഞു. അവൻ്റെ ചിരിക്കാതെയുള്ള മുഖം ലാമിക്ക് ഓർത്തെടുക്കാനേ കഴിഞ്ഞില്ല. കുട്ടിക്കാലം മുതൽക്കേ കല്യോവിൻ വലിയ ധൈര്യശാലിയായിരുന്നു. ലാമി ഓർത്തു, അന്നൊരു ദിവസം പഠിത്തം കഴിഞ്ഞ് കുട്ടികളെല്ലാം കളിച്ചും ചിരിച്ചും വഴക്കുകൂടിയും വീട്ടിലേക്ക് പോകുന്ന നേരം തലോരൻ്റെ വയലിലെത്തിയപ്പോൾ ലാമി ഒരു ശബ്ദം കേട്ടു. അവൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. വളർന്നു നിൽക്കുന്ന ഗോതമ്പു തണ്ടുകൾക്കിടയിൽ ഒരു വലിയ പാമ്പ്. ലാമി നിലവിളിച്ചുകൊണ്ട് തിരിഞ്ഞോടി. കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ നാലുപാടും ചിതറിയോടി. സുയാന്തർ ഗോതമ്പു തണ്ടുകൾക്ക് മുകളിലൂടെ നെഞ്ചടിച്ച് കമിഴ്ന്നു വീണു. പേടിച്ചോടുന്നതിനിടയിലും അവൻ്റെ വീഴ്ച കണ്ട് ധനിരവി ചിരിച്ചു. ഓടി അല്പമകലെ എത്തി അവർ എല്ലാവരും തിരിഞ്ഞു നോക്കി. കല്യോവിൻ മാത്രം ഓടിയിട്ടില്ല. അവൻ അവിടെ തന്നെ നിൽപ്പുണ്ട്. അവർ നോക്കുമ്പോൾ ലാമി പാമ്പിനെ കണ്ട സ്ഥലം ലക്ഷ്യമാക്കി അവൻ നടന്നു. അങ്ങോട്ട് പോണ്ട, അതൊരു വലിയ പാമ്പാണ്, ലാമി വിളിച്ചു പറഞ്ഞു. എത്ര വലുതാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ചിരിച്ചുകൊണ്ട് അതും പറഞ്ഞ് അവൻ മുന്നോട്ട് നടന്ന്. കല്യോവിൻ വേണ്ട, ദായുവും മരുത്യനും ഒരുപോലെ വിളിച്ചു പറഞ്ഞു. പക്ഷെ കല്യോവിൻ അത് കേട്ടില്ല. അവൻ ഉയർന്നു നിൽക്കുന്ന ഗോതമ്പു തണ്ടുകൾക്കിടയിലേക്ക് മറഞ്ഞു. കുട്ടികളെല്ലാവരും പേടിച്ച് അനങ്ങാതെ അവൻ പോയ ഭാഗത്തേക്ക് നോക്കി നിന്നു. മോക്രവിൻ്റെ മുട്ടുകൾ കൂട്ടിയിടിച്ചു. അല്പം കഴിഞ്ഞ് പാമ്പിൻ്റെ വാലിൽ പിടിച്ചു പൊക്കി കൈ ഉയർത്തിപ്പിടിച്ച് ചിരിച്ചുകൊണ്ട് കല്യോവിൻ പുറത്തേക്ക് വന്നു. നീളമുള്ള പാമ്പ് ഒരു വള്ളി പോലെ അവൻ്റെ കയ്യിൽ തൂങ്ങിക്കിടന്നു. അത് തല ഉയർത്തി അവനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ അതിനെ ശരീരത്തിൽ നിന്നും അകറ്റിപ്പിടിച്ചു. പേടിച്ചരണ്ട കുട്ടികൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, കല്യോവിൻ, അതിനെ ദൂരേക്ക് കളയൂ, അത് കടിക്കും. ചിരിച്ചുകൊണ്ട് കല്യോവിൻ പാമ്പിനെ ചുഴറ്റി ദൂരേക്കെറിഞ്ഞു. വയലിനരികിലേക്ക് തെറിച്ചു വീണ പാമ്പ് ഇഴഞ്ഞ് തൊട്ടടുത്തുള്ള കാട്ടുചെടികൾക്കിടയിൽ മറഞ്ഞു. കുട്ടികൾക്ക് ആശ്വാസമായി. അവർ ചിരിച്ചുകൊണ്ട് കല്യോവിൻ്റെ അടുത്തേക്ക് നടന്നു. അവർ അവൻ്റെ ധൈര്യത്തെ പ്രകീർത്തിച്ചു. അന്ന് ധീരനായ കല്യോവിൻ ആ കുട്ടിക്കൂട്ടത്തെ നയിച്ച് മുന്നേ നടന്നു. കല്യോവിൻ്റെ ഓർമ്മകളിൽ ഉഴറിയ ലാമി അമ്മയുടെ മടിയിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. യാമി മകളുടെ മുടിയിൽ തലോടി അവളെ ആശ്വസിപ്പിച്ചു. അന്ന് രാത്രി താഴ്വരയിൽ ഒരു പ്രത്യേക പൂജ നടന്നു. ഗ്രാമത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും അതിൽ പങ്കെടുത്തു. ലാമി പോയില്ല. ധനിരവും മരുത്യനും മോക്രവിനും അതിൽ നിന്ന് വിട്ടുനിന്നു. അവർ ആ സമയം കല്യോവിൻ്റെ കല്ലറയ്ക്ക് ചുറ്റും പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു. അവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പോകാൻ മടിയുണ്ടായിരുന്നു. ഭയം കൊണ്ടാണ് കൂടുതൽ ആൾക്കാരും പൂജയിൽ പങ്കെടുത്തത്. കൂടുതൽ ആൾക്കാർ വിയോരൻ്റെ വാക്കുകളെ വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ താഴ്വരയിലെ എല്ലാ കാര്യങ്ങളിലും ഈ ഭയം നിലനിന്നു. താഴ്വരയിൽ മൊത്തത്തിൽ ഒരു ശൂന്യത ബാധിച്ചതുപോലെ. ഒരു കാരണവുമില്ലാഞ്ഞിട്ടും ഏറ്റവും അടുത്ത ആൾക്കാർ പോലും പരസ്പരം സംസാരിക്കാതെയായി. എല്ലാവരും അവരവരുടെ ഇടങ്ങളിലേക്ക് ഒതുങ്ങാൻ ശ്രമിച്ചു. മക്കളെ ആപത്തിൽപ്പെടാതെ സുരക്ഷിതരാക്കാൻ ശ്രമിച്ചു. കന്നുകാലികളെ സംരക്ഷിച്ചു. പക്ഷേ പ്രകൃതി ഒരു ദയയും കാണിച്ചില്ല. ഉഷ്ണതരംഗം അതിൻ്റെ ക്രൂരമായ ആക്രമണം തുടർന്നു. അനേകർ രോഗബാധിതരായി. പ്രായമായവരാണ് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ചത്.
അവരുടെ ദുർബലമായ ശരീരങ്ങൾ നിരന്തരമായ ചൂട് സഹിക്കവയ്യാതെ കുഴഞ്ഞു വീണു. ഗ്രാമത്തിലെ വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന മേഖലയെന്ന വയസ്സായ സ്ത്രീ പല മരുന്നുകളും പരീക്ഷിച്ചു. പക്ഷേ ഒന്നും ഫലം കണ്ടില്ല. കുട്ടികൾക്ക് പനിയോ കരപ്പനോ പോലുള്ള അസുഖങ്ങൾക്ക് മരുന്ന് കൊടുത്ത് മാറ്റുമെന്നല്ലാതെ ഇതുപോലെയുള്ള വലിയ അസുഖങ്ങൾക്കുള്ള ചികിത്സാരീതി അവർക്കറിയില്ലായിരുന്നു. മറ്റു വഴികളൊന്നുമില്ലാതെ ആളുകൾ കേതിരിയിൽ നിന്ന് കൂടുതൽ അറിവുള്ള വൈദ്യന്മാരെ കൊണ്ടുവരാൻ തുടങ്ങി. എന്നാൽ താഴ്വരയിലേക്കുള്ള യാത്ര ദൈർഘ്യമേറിയതായിരുന്നു. ചെലവുകൾ കൂടുതലായിരുന്നു. വൈദ്യന്മാരുടെ ഓരോ സന്ദർശനത്തിൻ്റെയും ചെലവ് ഗ്രാമീണരുടെ കയ്യിൽ അവശേഷിച്ച ചെറിയ സമ്പത്ത് ഊറ്റിയെടുത്തു. വേനൽക്കാലം അവസാനിക്കാറായതോടെ മിക്ക കുടുംബങ്ങളുടെയും സമ്പാദ്യം തീർന്നു. അവിടെ അവരുടെ രക്ഷകനായ ഒരാൾ ഉദയം ചെയ്തു, ദത്തേയു. കുമാരത്താഴ്വരയിലെ മറ്റുള്ളവരിൽ നിന്ന് എന്നും വ്യത്യസ്തനായിരുന്നു ദത്തേയു. എല്ലാവരെയും പോലെ ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് അയാൾ ജനിച്ചത്. എന്നാൽ ദത്തേയുവിൻ്റെ കുടുംബത്തിന് മറ്റുള്ളവരെക്കാൾ ഭൂസ്വത്തുക്കൾ ഉണ്ടായിരുന്നു. കുമാരുവിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അയാൾ കേതിരിയിൽ പോയി പഠിച്ചു, കൂടുതൽ അറിവ് നേടി. അയാൾ പട്ടണത്തിൽ ശക്തമായ ബന്ധങ്ങളുണ്ടാക്കി. അതിൽ ജഡ്ജിമാർ, വക്കീലന്മാർ, വ്യാപാരികൾ, പ്രഭുക്കന്മാർ, നിയമപാലകർ എന്നിങ്ങനെ അനേകർ ഉണ്ടായിരുന്നു. അവരിൽ നിന്നും അധികാരത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം അയാൾ മനസ്സിലാക്കി. കരാറുകളും ഉടമ്പടികളും മനുഷ്യരെ ചങ്ങലകളേക്കാൾ ശക്തരാക്കുന്നതെങ്ങനെയെന്ന് അയാൾ കണ്ടു. സമ്പത്ത് ഭൂമി മാത്രമല്ല, നിയന്ത്രണവുമാണ് എന്നയാൾ തിരിച്ചറിഞ്ഞു. കേതിരിയിലെ എല്ലാ നിയമവ്യവസ്ഥകളെക്കുറിച്ചും അയാൾ മനസ്സിലാക്കി. മിക്കവരിൽ നിന്നും വ്യത്യസ്തമായി വർത്തമാനകാലത്തിനപ്പുറം കാണാൻ അയാൾക്ക് അസാധാരണമായ കഴിവുണ്ടായിരുന്നു. മറ്റുള്ളവർ വേറൊന്നും ചിന്തിക്കാതെ തങ്ങളുടെ ഭൂമിയിൽ പണിയെടുക്കുമ്പോൾ ദത്തേയു താഴ്വര മുഴുവൻ നിരീക്ഷിക്കുകയും പഠിക്കുകയും പല കാര്യങ്ങളും ആസൂത്രണം ചെയ്യുകയും ചെയ്തു. ഐശ്വര്യത്തിൻ്റെ കാലത്തും അശ്രദ്ധമായി ജീവിച്ചവർ താഴ്വരയിലുണ്ടായിരുന്നു. ചില ഗ്രാമീണർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, സ്വന്തം വീടുകളേക്കാൾ കൂടുതൽ സമയം കേതിരിയിൽ ചെലവഴിച്ചു. ഓരോ വിളവെടുപ്പിന് ശേഷവും അവർ തങ്ങളുടെ വിളകൾ ചന്തയിൽ വിൽക്കുകയും പട്ടണത്തിലെ അനന്തമായ പ്രലോഭനങ്ങളിൽ അവരുടെ വരുമാനം പാഴാക്കുകയും ചെയ്തു. ആഡംബര വിരുന്നുകളും ചൂതാട്ടവും കേതിരിയിലെ മങ്ങിയ ഭക്ഷണശാലകളിലെ കൂട്ടുകൂടലും അവരുടെ ജീവിത രീതിയായി മാറി. താഴ്വര ദുരിതമനുഭവിക്കുന്ന ഒരു കാലഘട്ടം അവർ ഒരിക്കലും സങ്കല്പിച്ചിരുന്നില്ല. അനിശ്ചിതത്വമുള്ള ഒരു ഭാവിക്കായി സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. പട്ടണത്തിലെ വഴിവിട്ട ജീവിതം കാരണം ചില കുടുംബങ്ങൾക്ക് അടുത്ത കൊയ്ത്തു വരെ കഴിയാനുള്ള ധാന്യങ്ങൾ അവശേഷിച്ചിരുന്നില്ല. ദത്തേയു ആവശ്യക്കാർക്ക് ധാന്യം കടം കൊടുക്കാൻ തുടങ്ങി. ആദ്യം ഇത് ലളിതമായ ഒരു വ്യാപാരമായിരുന്നു. ഇപ്പോൾ കടം വാങ്ങുക, അടുത്ത വിളവെടുപ്പിന് ശേഷം മടക്കി നൽകുക. എന്നാൽ ചിലർ തിരിച്ചടയ്ക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ അയാൾ ഉടമ്പടികൾ അവതരിപ്പിച്ചു. ഭൂമി പണയം വെച്ച് കരാറുകളിൽ ഒപ്പുവെച്ചു. ചിലർ നിരാശരും ദീർഘവീക്ഷണമില്ലാത്തവരും തങ്ങൾക്കുള്ളത് തിരികെ നൽകാൻ കഴിയുമെന്ന് വിശ്വസിച്ച് അത് സമ്മതിച്ചു. എന്നാൽ വർഷം തോറും ഈ രീതി തുടർന്നു. പലരുടെയും വയലിൻ്റെ ഭാഗങ്ങൾ ദത്തേയുവിൻ്റെ വയലുകളോട് കൂട്ടിച്ചേർത്തു. അയാളുടെ ഭൂമിക്ക് വലിപ്പം കൂടി. കളപ്പുരകൾ കവിഞ്ഞൊഴുകി. എല്ലാ വർഷവും അയാളുടെ കരുതൽ ധാന്യങ്ങൾ താഴ്വരയിലെ ചില ആളുകളുടെ മൊത്തം ഉൽപ്പാദനത്തിൻ്റെ ഇരട്ടിയായിരുന്നു. അയാൾ തൻ്റെ വയലുകളിൽ ഗോതമ്പ്, ചോളം, ബാർലി, കടുക്, പയർ എന്നിവ കൃഷി ചെയ്തു. കൂടുതൽ ധാന്യങ്ങൾ ചന്തയിൽ വിറ്റു. ക്രമേണ അയാൾ താഴ്വരയിലെ ഏറ്റവും വലിയ പണക്കാരനായി മാറി. കഷ്ടതയുടെ വേനൽ വന്നപ്പോൾ താഴ്വരയിലെ അയാളുടെ സ്വാധീനം അതിൻ്റെ ഉച്ചസ്ഥായിയിലായി. കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ മേലെ അത് ഒരു കുരുക്ക് പോലെ മുറുകി. മറ്റുള്ളവരെ പോലെ നരൂപിയുടെ ശാപത്തെ ദത്തേയു ഭയപ്പെട്ടില്ല. താഴ്വരയെ പിടികൂടിയ ഭയം ഒരു മുന്നറിയിപ്പായിട്ടല്ല, അവസരമായാണ് അയാൾ കണ്ടത്. വരൾച്ചയെ ഒരു സാധാരണ കാലാവസ്ഥാ വ്യതിയാനമായി കണ്ടു. രോഗങ്ങളും മരണവും താൽക്കാലിക ദുരിതങ്ങളാണെന്ന് അയാൾ വിശ്വസിച്ചു. ഈ കാലം കടന്നുപോകും, താഴ്വര അതിൻ്റെ പ്രൗഢി വീണ്ടെടുക്കും. അപ്പോൾ താൻ ഇതിൻ്റെ എല്ലാം യജമാനനാകും. ദത്തേയുവിൻ്റെ പിടിയിൽ ആദ്യം കീഴടങ്ങിയത് രികാഷനായിരുന്നു. രികാഷൻ ഒരു കാലത്ത് ഏറ്റവും അശ്രദ്ധരായ ഗ്രാമീണരിൽ ഒരാളായിരുന്നു. എല്ലാ വർഷവും വിളവെടുപ്പിന് ശേഷം തൻ്റെ വിളകളിൽ ഭൂരിഭാഗവും കേതിരിയിൽ വിറ്റ് പട്ടണത്തിൽ തന്നെ തങ്ങും. അയാൾ അപരിചിതരുമായി സൗഹൃദം സ്ഥാപിച്ച് പട്ടണത്തിൻ്റെ സുഖഭോഗങ്ങളിൽ മുഴുകി. എന്നാൽ വരൾച്ച ബാധിച്ച് അവൻ്റെ മാതാപിതാക്കൾക്ക് അസുഖം വന്നപ്പോൾ അവൻ സ്വയം കുടുങ്ങി. സമ്പാദ്യവും ചികിത്സയ്ക്ക് പണം നൽകാൻ മാർഗവുമില്ലാതെ അയാൾ ദത്തേയുവിലേക്ക് തിരിഞ്ഞു. അയാളുടെ വയലുകൾ നേരത്തെ തന്നെ ദത്തേയുവിന് പണയത്തിലാണ്.
അയാൾ മറ്റു മാർഗങ്ങളില്ലാതെ ഭൂമി ദത്തേയുവിന് വിറ്റു. ദത്തേയു മുൻകാല ഇടപാടുകൾ കഴിച്ച് ബാക്കി പണം രികാഷിന് നൽകി. അവൻ വൃദ്ധരായ തൻ്റെ മാതാപിതാക്കളെയും കൊണ്ട് താഴ്വര വിടാൻ തീരുമാനിച്ചു. രികാഷൻ അവൻ്റെ ബന്ധങ്ങൾ വെച്ച് പട്ടണത്തിൽ ഒരു ചെരുപ്പ് കമ്പനിയിൽ ജോലി തരപ്പെടുത്തി താമസിക്കാൻ ഒരു വീട് ശരിയാക്കി. താഴ്വരയിൽ അതിനു മുമ്പ് മറ്റാരും വീടുപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രികാഷൻ്റെ ഈ തീരുമാനം ഗ്രാമത്തിലുള്ളവരെ മുഴുവനും ഞെട്ടിച്ചു. അവനോടടുപ്പമുള്ളവർ അവനെ അവിടെ തുടരാൻ നിർബന്ധിച്ചു. അവൻ്റെ ചെയ്തികൾ അവനെ വല്ലാതെ വിഷമിപ്പിച്ചു. പക്ഷെ അയാൾക്ക് പോവുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലായിരുന്നു. ഒടുവിൽ അവൻ പുറപ്പെടുന്ന ദിവസം വന്നപ്പോൾ അവനെ യാത്രയാക്കാൻ ഗ്രാമത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും ഒത്തുകൂടി. നിൽക്കാൻ വയ്യാത്ത അവൻ്റെ അമ്മ ഉമ്മറപ്പടിയിൽ നിന്ന് കരഞ്ഞു. നിശബ്ദനും തകർന്നതുമായ അച്ഛൻ ജനങ്ങളെ നോക്കാൻ വിസമ്മതിച്ചു. ഒരു കാലത്ത് അവനോടൊപ്പം ചിരിക്കുകയും ആഘോഷിക്കുകയും ചെയ്തിരുന്ന ഗ്രാമവാസികളുടെ മുഖത്ത് ഇപ്പോൾ സങ്കടം നിറഞ്ഞു. അവൻ എടുക്കാൻ കഴിയുന്ന അത്രമാത്രം സാധനങ്ങളെടുത്ത് ഇരുവശത്തും വയസ്സായ അച്ഛനും അമ്മയുമായി നടന്നു പോകുന്ന രികാഷൻ്റെ രൂപം പലരെയും കരയിപ്പിച്ചു. അപ്പോൾ അവിടെ കൂടി നിന്നവർക്കറിയില്ലായിരുന്നു നാളെ തങ്ങളുടെ അവസ്ഥയും ഇതുതന്നെയാണെന്നുള്ളത്.